ഹായ് പ്യാരെ ബച്ചോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റായ ചട്പട് ഓർ നടുക്കട് എന്നുള്ള പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ പ്രസ്താവന അല്ലേ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. അപ്പോൾ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, 5 പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവനയും ഉണ്ട്, തെറ്റായ പ്രസ്താവനയും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ദോനോ ബായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. എന്താ അങ്ങനെ പറഞ്ഞാൽ ദോനോം ബായ്. ദോനോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏക് ദോ, അപ്പോൾ രണ്ടാണ്. അപ്പോൾ 2 ബായ്. ബായ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് ആണ് അല്ലേ, ബ്രദേഴ്സ്, അതായത് നമുക്ക് സഹോദരന്മാരെന്ന് പറയാം. അപ്പിനെ ഗാവ്, അപ്പിനെ എന്ന് പറഞ്ഞാൽ തൻ്റെ, അവരുടെ, അതായത് ഈ 2 സഹോദരന്മാരുടെ. ഗാവ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ആണ്, അഥവാ ഗ്രാമമാണ്. കെ സ്കൂൾ മേ പഠിത്തേ ഹേ. അപ്പം എന്താണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്, 2 സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്നു. ഒരു പോയിന്റില്ലേ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കി വെച്ചു. നമുക്ക് ശരിയാ തെറ്റാനുള്ള ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇനി അതേപോലെ പറയുന്നുണ്ട്, നടുക്കട് കോ ഗിട്ടി പൈരാന ആത്താഹേ. എന്താ പറഞ്ഞത്, നടുക്കട്. അപ്പോൾ സഹോദരന്മാരിൽപ്പെട്ട ഒരു സഹോദരനാണ് നടുക്കട്, മറ്റേ സഹോദരനാണ് ചട്പട് അല്ലേ. അപ്പം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നടുക്കടിന് എന്ത് എറിയാൻ അറിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്, കല്ലെറിയാൻ അല്ലേ. നടുക്കടുക്കോ ഗിട്ടി പൈരാന ആത്താഹേ. ഗിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കല്ലാണ്, കല്ല് എറിയാൻ അറിയുമായിരുന്നു അല്ലേ. നമുക്ക് മൂന്നാമത് നോക്കാം. നടുക്കട് ഹമേശ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹേ. നടുക്കട് എന്താണ്, ഹമേശ രോത്തെ ഹുയി അല്ലേ. എന്താ അങ്ങനെ പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവനെന്താ ചെയ്യുക, കരഞ്ഞുകൊണ്ട്. രോത്തെ ഹുയി എന്ന് പറഞ്ഞാൽ കരയുക. അപ്പം കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ നടുക്കട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ആണോ, നമുക്ക് നോക്കാം. ഇനി അതേപോലെ പറയുന്നത്, ബഡാ ഭായ് 5വീം കക്ഷാ മേ പഠിത്താ ഹേ. ബഡാ ഭായ് അല്ലേ, ബഡാ ഭായ്, ഛോട്ടാ ഭായ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബഡാ ഭായ് എന്ന് പറഞ്ഞാൽ വലിയ സഹോദരൻ. വലിയ സഹോദരൻ എത്രാം ക്ലാസ്സിലാണെന്ന് പറയുന്നത്, 5വീ കക്ഷ, 5. അപ്പോൾ നമ്മൾ നോക്കുക, 1 2 3 4 5 അല്ലേ, 5ആണ്. അപ്പം 5ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, പഠിത്താ ഹേ, പഠിക്കുന്നു. നമുക്ക് നോക്കാം. लास्ट പറഞ്ഞ चटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. ചട്പട് എന്ത് ചെയ്യും, സ്കൂൾ കെ രാസ്തേ, സ്കൂളിൽ പോകുന്ന രാസ്ത എന്ന് പറഞ്ഞാൽ വഴിയാണ് അല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു വഴി ഉണ്ടാവും, ആ വഴി കേന്ദ്രീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്കൂളിലേക്ക് എത്തുക. അതേ പോകുന്ന വഴിയിൽ എന്താണ്, തൻ്റെ സഹോദരനായ നടുക്കടിനെ കാത്ത് ഇന്തിസാർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രതീക്ഷിച്ച് അല്ലേ. നടുക്കട് എന്ത് ചെയ്യും, കുറച്ച് വികൃതിയാണ്. നമ്മൾ ആ പാഠഭാഗത്തിലൊക്കെ നമ്മൾ പറഞ്ഞു, പ്രതീക്ഷിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പം എന്താണ്, സ്കൂളിൽ പോകുന്ന വഴിയിൽ ധാരാളം പ്രാവശ്യം സഹോദരനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായി വന്നിരുന്നു. കാരണം എന്താ, നമ്മുടെ നടുക്കട് എന്ത് ചെയ്യും, അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്ത് ചെയ്യാണ്, പല ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാണ്, തൻ്റെ ബ്രദർ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കാത്തു നിൽക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നമുക്ക് ശരിയായുള്ള പ്രസ്താവനയുണ്ട്, അതേപോലെ തെറ്റായുള്ള പ്രസ്താവനയുണ്ട്. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം, വിശദമായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണുന്നുണ്ട്, 2 സഹോദരന്മാർ അല്ലേ. ഇവരാണ് നമ്മുടെ ആര് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇവരാണ് ആര്, യെസ്, നമ്മുടെ ബ്രദേഴ്സ് അല്ലേ. നമുക്കിവരെ ബ്രദേഴ്സ് എന്ന് പറയാം. ഇതാണ് ഒരാൾ നടുക്കടും, ഒരാൾ ആരാണ്, ചടുപ്പടുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരാളാരാണ്, നടുക്കടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ ആളാരാ, യെസ്, ചടുപ്പടാകും അല്ലേ. നടുക്കടിൻ്റെയും ചടുപ്പടിൻ്റെയും കഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരാൾ നടുക്കടാകുമ്പോൾ മറ്റേ ആൾ ചടുപ്പടാവും. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ, ദോനോം ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ അല്ലേ. അതേപോലെ പിന്നെ രണ്ടാമതായിട്ട് പറയും നോക്കാം, നടുക്കടുക്കോ ഗിട്ടി പൈരാന ആത്താ ഹേ അല്ലേ. ആ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്, ആ കുട്ടി കല്ലെറിയുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇനി അതേപോലെ മൂന്നാമത് പറയുന്നുണ്ട്, നടുക്കട് ഹമേശ രോത്തേ ഹുയി സ്കൂൾ ഹാത്താ ഹേ അല്ലേ. നടുക്കട് എന്താണ്, വളരെ എന്താണ്, ദുഃഖത്തോടു കൂടി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സഹി പ്രസ്താവനയിൽ പറഞ്ഞ അതേ പോയിന്റാണ്, അത് മാഷ് ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞെന്നുള്ളൂ അല്ലേ. കരയുന്ന ചിത്രം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ എന്ത് പറയുന്നുണ്ട്, ബഡാഭായ് 5വീം കക്ഷാ മേ പഠിത്താ ഹേ. ബഡാഭായ് എന്താ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. 5ാം ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് എന്ത്, ചട്പട് കോ സ്കൂൾ കെ രാസ്തേ മേ. ചട്പട് സ്കൂളിൽ പോകുന്ന വഴിയിൽ തൻ്റെ സഹോദരനെ കാത്ത് ബാർ, ഒരുപാട് തവണ അല്ലേ, ഒരുപാട് ബാർ എന്ന് പറഞ്ഞാൽ തവണ, ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ചോട്ടേക്കാ ഇന്തിസാർ കർണാ പഡ്താ ഹേ. ചോട്ടോ ചെറിയ സഹോദരനെ കാത്ത് ഇങ്ങനെ നിൽക്കും. അതായത് ആര്, നമ്മുടെ നടുക്കടിനെ കാത്ത് ഇങ്ങനെ നിൽക്കും.
ഇനി നമുക്ക് ശരിയായിട്ട് വരുന്ന പ്രസ്താവന നമുക്കൊന്ന് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നടുക്കെടുക്കോ ഗിട്ടി പൈറാന അത്താഹേ. നടുക്കടിന് എന്തറിയാം? കല്ലെറിയാൻ അറിയുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിത്രത്തിലുള്ള അതിലേക്ക് നോക്കാം. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നറുക്കട് നല്ല വികൃതിയാണ്. അപ്പോൾ നറുക്കട് എന്ത് ചെയ്യും? പല രീതിയിൽ കല്ലെറിയും. നിങ്ങളൊക്കെ മാങ്ങ പറിക്കാനൊക്കെ കല്ലെറിയൂലേ? അപ്പോൾ അതേപോലെ ഭയങ്കരം കല്ലെറിയുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു നമ്മുടെ നറുക്കട്. പിന്നെ നമുക്ക് ശരിയായി വരുന്ന പ്രസ്താവന എന്താ? ബഠാബായി പാഞ്ചവിയും കക്ഷാമേ പഠിത്താഹേ. മൂത്ത സഹോദരൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യെസ്, 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മുടെ ചെറിയ സഹോദരനോ 3ാം ക്ലാസ്സിലാണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബഠാബായി 5ാം ക്ലാസ്സിലാണ്. അതെന്താണ്? ശരിയാണ്. ഇനി നമുക്ക് മൂന്നാമതായി പറയുന്നുണ്ട് ചട്പടുക്കോ സ്കൂൾ കെ രാസ്തേ മേ കई बार ചോട്ടേക്ക ഇന്തിസാർ കർണ പഡ്താ ഹേ. അതെന്താണ്? ശരിയാണ്. കാരണം എന്താ? വലിയ സഹോദരൻ ഒരുപാട് തവണ ആർത്തുല്ലസിച്ച് ഉന്മാദിച്ച് നടക്കുന്ന ചെറിയ സഹോദരനെ വളരെയധികം കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? ഇത് ശരിയാണ്. അപ്പം നമുക്ക് 3 നമുക്ക് ശരിയാണ്. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. തോനോം ഭായ് അപ്പിനെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. അവർ 2 പ്രദേശം അവരുടെ വില്ലേജിലെ സ്കൂളിലാണ് പഠിച്ചത്. അത് തെറ്റാണ്. കാരണം എന്താ? അവരുടെ വില്ലേജിൽ സ്കൂളില്ലാത്തത് കാരണം അവർ കുറച്ച് ദൂരെയുള്ള അടുത്ത വില്ലേജിലാണ് അവർ പോയിരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ നടുക്കട നല്ല അടിപൊളിയായിട്ട് കല്ലെറിയാൻ അറിയാം. അത് ശരിയാണ്. നടുക്കട എന്താണ്? കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അത് വളരെ തെറ്റാണ്. നടുക്കട എന്താ? വളരെ ആർത്തുല്ലസിച്ച് ഉന്മാദിച്ച് പോകുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലേ? ചെറിയ സഹോദരനാണ്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ ബഡാഭായ് പാഞ്ചവിയും കക്ഷാമേ പഠിത്താഹേ. വലിയ സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരിയാണ്. ചെറിയ സഹോദരൻ 3ാം ക്ലാസ്സിലാണ്. പിന്നെന്താ? ചട്പടിനെ കാലത്ത് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരുപാട് സമയം പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കും. ഉപ്പ വരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സഹി പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവന നമ്മളോട് ചോദിച്ചാൽ ഇത്തരത്തിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഈ ഒരു പ്രസ്താവന നമ്മൾ കണ്ടെത്തിയതോടുകൂടി ഈ പാഠഭാഗം മുഴുവൻ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.